വളക്കൂറുള്ള മണ്ണ്, സമയാസമയങ്ങളിൽ ലഭിക്കുന്ന മഴ, മഞ്ഞ്, വേനൽ, ഈ അനുഗ്രഹമാണ് കാർഷിക ഭൂപടത്തിൽ കേരളത്തെ വൈവിധ്യമാക്കുന്നത്. ക്ഷീരോത്പാദന മേഖല, മത്സ്യമേഖല, പക്ഷിമൃഗപരിപാലനം തുടങ്ങിയ മറ്റു മേഖലകളിലെല്ലാം ഉൽപാദനത്തിലും വിപണനത്തിലും കേരളം വൻ കുതിച്ചുകയറ്റം നടത്തുന്നതിനിടയിലാണ് പഴം പച്ചക്കറി രംഗത്ത് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ കൃഷിവകുപ്പ് തീരുമാനിച്ചത്. പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പലപ്പോഴും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന മലയാളി സമൂഹത്തിനു മുന്നിൽ ഒരു പുതിയ മുദ്രാവാക്യവുമായി കൃഷിവകുപ്പ് മുന്നോട്ട് വച്ചതാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം അഥവാ VFPCK. വിത്ത് മുതൽ വിപണി വരെ കർഷകർക്കും ഉപഭോക്താവിനുമിടയിൽ വിഷരഹിതമായ മികച്ച കാർഷികോൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സുപ്രധാന കണ്ണിയായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ VFPCK. 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ തുടർ സംവിധാനമായി 2001 VFPCKയുടെ ഉത്ഭവം. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ചെയർമാനായുള്ള VFPCKയുടെ മുഖ്യ ആസ്ഥാനം കൊച്ചിയിലെ കാക്കനാടാണ്. കേരളത്തിലുടനീളമുള്ള 1,80,000 പഴം പച്ചക്കറി കർഷകരാണ് VFPCK സംഘടിപ്പിക്കുന്ന വിവിധ പദ്ധതികളിൽ ഒത്തുചേരുന്നത്. മരങ്ങളെയും ചെടികളെയും സ്നേഹിക്കുകയും പാട്ടിനൊപ്പം കൃഷിയെ പരിപാലിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്ക കർഷകന്റെ കേവല സെന്റിമെന്റ്സിനപ്പുറം വിപണി എന്ന മഹാസത്യം കർഷക സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു VFPCKയുടെ പ്രഥമ ദൗത്യം. അതിനായി 14 ജില്ലകളിൽ നിന്നുമുള്ള മിടുക്കരായ കൃഷി ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കർഷകർ അംഗങ്ങളായ കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇടനിലക്കാരുടെ സഹായമില്ലാതെ VFPCKയുടെ തന്നെ വിപണിയിൽ മാർക്കറ്റ് വില ഉറപ്പാക്കുന്ന പുതിയ തന്ത്രം ആവിഷ്കരിച്ചു. നമ്മുടെ എറണാകുളം ജില്ലയിൽ VFPCKയുടെ പരിധിയിൽ ഏകദേശം 22ഓളം സ്വാശ്രയ കർഷക വിപണികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ 22 സ്വാശ്രയ കർഷക വിപണികളിലായി കഴിഞ്ഞ വർഷം ഏകദേശം 30 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വിപണി വഴി നമ്മൾ വിറ്റഴിച്ചിട്ടുള്ളത്. പഴം പച്ചക്കറി മേഖലയിൽ എറണാകുളം ജില്ല നമ്മുടെ ഒരു സാംസ്കാരിക രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു അർബനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇത്രയധികം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ നടത്തുവാനായിട്ട് VFPCKയുടെ വളരെ ഒരു നിർണായക സ്ഥാനം ജില്ലയ്ക്കുണ്ട്. ജില്ലയുടെ 22 സ്വാശ്രയ കർഷക വിപണികളോടൊപ്പം 12ഓളം ഇൻപുട്ട് സെൻറ്ററുകളും കർഷകർക്ക് ആവശ്യമായുള്ള വിവിധ കാർഷിക ഉപകരണങ്ങൾ, കീടനാശിനികൾ, അതുപോലെ വളം ഇതെല്ലാം എത്തിച്ചു നൽകാനായിട്ട് ഇൻപുട്ട് സെൻറ്ററുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 13ഓളം സസ്യ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ജില്ലയിൽ വിപണികളോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കാർഷിക മേഖലയ്ക്ക്, പഴം പച്ചക്കറി മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ ഏക്കർ കണക്കിന് നിലങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കൊപ്പം മാത്രമല്ല, നഗരങ്ങളിലെ ചെറു കർഷകർക്കൊപ്പവും VFPCKയുണ്ട്. മട്ടുപ്പാവിലും വീടിനു ചുറ്റുമുള്ള ചെറിയ സ്ഥലത്തും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകരുടെ മിത്രമാണിന്ന് VFPCK. VFPCKയുടെ കാക്കനാടുള്ള കൃഷി ബിസിനസ് കേന്ദ്രയിൽ വിൽപ്പനയ്ക്കായി വിവിധ തരം ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, ഓർഗാനിക് വളങ്ങൾ, ഗ്രോ ബാഗുകൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമായും നമ്മുടെ ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകൾ, വിവിധ തരത്തിലുള്ള ഓർഗാനിക് വളങ്ങൾ, ഗ്രോ ബാഗുകൾ, നമ്മുടെ അലങ്കാര സസ്യങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും പ്രയോജനപ്രദമായ രീതിയിൽ, കർഷകർക്കും എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. പ്രധാനമായും ഓർഗാനിക് കൺസെപ്റ്റോടു കൂടിയിട്ടാണ് ഈ സ്ഥാപനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ആളുകൾ ഈ സമയത്ത് ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റേതായുള്ളൊരു വളർച്ച നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് IT സെക്ടറിലുള്ള ആളുകളാണ് പച്ചക്കറി തൈകൾ മേടിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. എല്ലാവർക്കും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് 2 രൂപ നിരക്കിൽ തൈകൾ മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഇവിടെ വന്ന് അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിച്ചതിന് ശേഷം വളരെ വിജയകരമായിട്ട് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്.
നമ്മുടെ കൗണ്ടർ കൂടി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, ബിവേറിയ തുടങ്ങിയ ജൈവ രീതിയിലുള്ള കീടരോഗ നിയന്ത്രണത്തിന് ഉപാധകമാകുന്ന എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ലഭ്യമാക്കുന്നുണ്ട്. പല തരത്തിലുള്ള ആളുകളും പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങേയറ്റം പാലക്കാട് മുതൽ തിരുവനന്തപുരത്തു നിന്ന് വരെ ആളുകൾ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ പപ്പായയുടെ ഒരു റെഡ് ലേഡി ഇനം ആ ഇനം മേടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചോദിച്ച് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം മാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 10ഓളം മാവിൻ വെറൈറ്റികൾ ഇവിടെ ലഭ്യമാണ്. എല്ലാം ഗ്രാഫ്റ്റഡ് ആണ്. ഇപ്പോൾ പല തരത്തിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ചെറിയ തൈകൾ വേണം, ചില ആളുകൾക്ക് ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ച് സ്ഥലപരിമിതി ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി വലിപ്പമുള്ള തൈകൾ, കുറച്ച് കാക്കാറായത്, അങ്ങനത്തെ വിവിധ തലത്തിലുള്ള മാവിൻ തൈകൾ അത് കാരണം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 50 രൂപ മുതൽ 900 രൂപ വരെയുള്ള മാവിൻ തൈകളും ഇവിടെ ലഭ്യമാണ്. വിഷാംശമില്ലാത്ത പച്ചക്കറികൾ സ്വന്തം മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു മോഡൽ ടെറസ് ഗാർഡനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ സീസൺ അനുസരിച്ചും വെണ്ട, ചീര, വഴുതന, തക്കാളി, പാവൽ, പടവലം, കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. കർഷകർക്കായി ടെറസ് ഗാർഡനിങ്ങിൽ പ്രത്യേക പരിശീലന ക്ലാസുകളും VFPCK സംഘടിപ്പിച്ചു വരുന്നു. ഓരോ മാസവും ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 പേരെയാണ് ക്ലാസുകളിൽ ഉൾപ്പെടുത്താറുള്ളത്. ഇത് VFPCKയുടെ ഒരു മോഡൽ ടെറസ് ഗാർഡനാണ്. VFPCKയിൽ ഇത് 8-10 വർഷമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 10-15 ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പം കൂൾ സീസൺ ചെയ്യുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ ഇപ്പം കൂൾ സീസൺ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവർ എന്നീ ഐറ്റംസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെണ്ട, ചീര, മുളക്, വഴുതന, തക്കാളി എന്നീ ഇനങ്ങളും പാവൽ, പടവലം, പീച്ചിൽ, ചൊരക്ക എല്ലാ ഐറ്റംസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെറസ് ഗാർഡൻ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെനിഫിഷ്യറീസിന് ടെറസ് ഗാർഡൻ വിസിറ്റ് വയ്ക്കാറുണ്ട്. ടെറസ് ഗാർഡൻ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ സാധാരണ പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അതിന് പ്രകാരം ആൾക്കാർ ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യാറുണ്ട്. 50 പേര് തികയുമ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ടെറസ് ഗാർഡൻ കൊടുക്കാറുണ്ട്. നമ്മൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെറസിങ് അല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നമ്മൾക്ക് അതിൽ പച്ചക്കറി കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ബീം വരുന്നിടത്ത് വേണം നമ്മൾ ഈ ചട്ടി ആയാലും ഗ്രോ ബാഗ് ആയാലും അറേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഇഷ്ടിക വെച്ച് അതിൻ്റെ മേലെ ഗ്രോ ബാഗും അല്ലെങ്കിൽ ചട്ടി വയ്ക്കാം. നമ്മൾക്ക് അത് കഴിഞ്ഞ് ഒരു പച്ചക്കറിയുടെ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇഷ്ടിക മാറ്റി ഒന്ന് കുറച്ച് കൂടെ നീക്കി ഗ്രോ ബാഗ് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വെച്ച സ്ഥലം നല്ലോണം ക്ലീൻ ചെയ്ത് അവിടെ വൃത്തിയാക്കി ഇടാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് ടെറസിൻ്റെ മുകളിൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ്. ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അധികവും ജൈവ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗങ്ങളുമാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതിന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെറസിനെ കുറച്ചും കൂടെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ളതായിട്ടുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ടെറസിൻ്റെ മേലേക്ക് ഒഴുകുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ടെറസിനും അതുപോലെ തന്നെ ചെടിക്കും ദോഷമാണ്. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ വേനൽക്കാലത്ത് മാത്രം രാവിലെയും വൈകുന്നേരങ്ങളിലും 2 നന കൊടുക്കാം. പിന്നെ അതിനുശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ നന കൊടുത്താൽ മതിയാവുന്നതാണ്. VFPCKയുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും ഓർഗാനിക് കൺസെപ്റ്റോടെയുള്ള കൃഷി രീതികളെയാണ് പിന്തുടരുന്നത്. ഹരിത നഗരം പദ്ധതി പോലെയുള്ള VFPCKയുടെ പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളെപ്പോലെ നഗരങ്ങളെയും ഹരിതവർണ്ണമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു വരുന്നു. VFPCKയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുതിയ പദ്ധതിയാണ് കുറുമശ്ശേരിയിലെ കട്ട് വെജിറ്റബിൾ യൂണിറ്റ്. ഈ യൂണിറ്റിലൂടെ 26 പച്ചക്കറി ഐറ്റംസ് പാക്കറ്റുകളിലാക്കി ഇൻസ്റ്റന്റായി വിപണിയിൽ എത്തിച്ചു വരുന്നു. തോരൻ, സാമ്പാർ, മെഴുക്കുപുരട്ടി, അവിയൽ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞ് പാക്കറ്റുകളിലാക്കുന്നു.
കർഷകർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സ്ഥാപനമായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ വരികയും അത് കച്ചവടക്കാർക്ക് ന്യായമായ വിലയ്ക്ക് ലേലം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മാർക്കറ്റും VFCKയുടെ സംരംഭവും. ഏകദേശം 300 കർഷകരുടെ മെമ്പർഷിപ്പ് ഇപ്പോൾ നിലവിൽ ഈ മാർക്കറ്റിലുണ്ട്. എന്നിരുന്നാലും 100-ന് മുകളിൽ കർഷകർ സ്ഥിരമായിട്ട് കായ, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇടത്തട്ടുകാരുടെ കയ്യിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ലേലം ചെയ്ത് കർഷകർക്ക് ഏറ്റവും കൂടിയ വിലയ്ക്ക് കൊടുക്കുന്നു. നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മാർക്കറ്റാണിത്. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഏകദേശം 1 കോടിയിൽ പരം ഉറുപ്പികയുടെ വിറ്റ് വരവ് ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പോകുന്ന നല്ലൊരു സംരംഭമാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, നാടൻ ഉൽപ്പന്നങ്ങൾ പരമാവധി ലഭ്യമാകുന്നത് വാങ്ങി നല്ല ഒരു യൂണിറ്റായി കർഷകർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും ഏറ്റവും ജൈവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വാങ്ങി കൊണ്ടുവന്ന് അത് വളരെ വൃത്തിയായും വളരെ ശുചിത്വത്തോടും കൂടി കട്ട് ചെയ്ത് പാക്കറ്റിലാക്കി അത് വിപണിയിൽ എത്തിക്കുന്ന ഒരു യൂണിറ്റായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 മാസം കാലം കഴിഞ്ഞു ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതിൻ്റെ ഓർഡറുകൾ ആവശ്യാനുസരണം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ മിഷനറികൾ വേണം. ഇപ്പോൾ ഏകദേശം 10 സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടൊരു യൂണിറ്റ് രൂപീകരിച്ച് അതാണ് മാൻ പവറിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുതിയ സാങ്കേതിക വിദ്യ ആവശ്യമാണ്, മിഷനറീസ് വേണം. അതിനെല്ലാം ആവശ്യമായ സഹായങ്ങൾ സർക്കാരിൽ നിന്നും VFCKയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കും എന്ന ഒരു പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ 10ഓളം വനിതകൾ അവരുടെ SHGയിൽ നിന്ന് തിരഞ്ഞെടുത്ത് 10 പേരെ നമ്മൾ ഇതിൻ്റെ ജീവനക്കാരായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ കൊണ്ടുവരുന്ന വെജിറ്റബിൾ ചൊരുക്കയിലിട്ട് 15 മിനിറ്റോളം ചൊരുക്കയിലിട്ടിട്ട് നമ്മളത് എടുത്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഹൈജീനിക്കായിട്ട് തന്നെ പാക്കറ്റിലാക്കി നമ്മൾ ഇവിടെ നിന്നും ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുത്തു വിടുന്നു. ഇതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഈ സംരംഭം തുടങ്ങിയിട്ട് 1 മാസമെങ്കിലും ആയെങ്കിലും ഞങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഞങ്ങളിത് വിപണി കണ്ടെത്തുന്നത്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് ഓർഡറുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. VFPCKയുടെ കീഴിലുള്ള 22 സ്വാശ്രയ കർഷക വിപണികളിലെ പച്ചക്കറികൾ 15 മിനിറ്റോളം വിനാഗിരിയിൽ കുതിർത്ത് വിഷാംശം നീക്കം ചെയ്ത് ശുദ്ധജലത്തിൽ കഴുകിയ ശേഷമാണ് വിവിധ അളവുകളിൽ മുറിച്ച് പാക്കറ്റുകളിൽ നിറയ്ക്കാറുള്ളത്. ഈ ഇൻസ്റ്റന്റ് പാക്കറ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഒരു പാക്കറ്റിന് 30 രൂപയാണ് വില. 22 SHGകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിൽ നമ്മളൊരു കുറുമശ്ശേരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വനിതാ SHG ഇവിടെയുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത് അവരെ ഈ വനിതാ SHGയിൽ നിന്നും 13 അംഗങ്ങളുള്ള വനിതാ SHGയിൽ നിന്നും അവരെ ഇൻ്റർവ്യൂ ചെയ്ത് 10 വനിതകളെ നമ്മൾ സെലക്ട് ചെയ്യുകയും അവരെ തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേകം ട്രെയിനിങ് നടത്തി ഇതിൻ്റെ ശരിയായ രീതിയിൽ എങ്ങനെ പച്ചക്കറികൾ ക്ലീൻ ചെയ്ത് അതിനെ ഫൈനൽ പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ ഇവിടെ പ്രകടനം കാഴ്ചവെച്ച 10 വനിതകളെയാണ് നമ്മളിവിടെ ഇതിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. VFPCKയുടെ ഏറ്റവും പുതിയ സംരംഭമായിട്ട് എറണാകുളം ജില്ലയിൽ തുടങ്ങി വെച്ചിട്ടുള്ളതാണ് കട്ട് വെജിറ്റബിൾ യൂണിറ്റ്. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന കാർഷിക മേഖലയായ കുറുമശ്ശേരി കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ യൂണിറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി ഇത് നമ്മളിവിടെ കഴിഞ്ഞ ഒരു 2 മാസക്കാലമായിട്ട് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ യൂണിറ്റിൽ പൂർണ്ണമായിട്ടും വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ എറണാകുളം ജില്ലാ അപ്പെക്സ് ബോഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എല്ലാ 26ഓളം ഐറ്റംസ് നമ്മൾ അവിയൽ, തോരൻ, മെഴുക്കുപുരട്ടി, കുറുമ, പലവിധ നാടൻ ഉൽപ്പന്നങ്ങളും പഴം എല്ലാം ഉൾപ്പെടുത്തി ഒരു 26ഓളം ഐറ്റംസ്
നമ്മൾ ഇതിൽ കൂടി വിതരണം ചെയ്തു വരുന്നുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ. നമ്മുടെ എറണാകുളം ജില്ലയിൽ നമുക്ക് ഇതിനായിട്ട് ഉള്ള ഒരു എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ അപ്പെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഒരു വാഹനം ഇതിനായിട്ട് സജ്ജമാണ്. നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മുടെ ഈ വാഹനത്തിൽ ആവശ്യക്കാർക്ക് പറഞ്ഞ ഓർഡർ പ്രകാരം എത്തിച്ചു നൽകാനുള്ള ഒരു എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സജ്ജീകരണങ്ങളിൽ നമ്മൾ തലേ ദിവസം ഒരു ദിവസം മുമ്പ് നമുക്ക് ഓർഡർ നൽകുകയാണെങ്കിൽ പിറ്റേ ദിവസം 4 മണിയോടുകൂടി ആവശ്യക്കാരുടെ അടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മളുമായിട്ട് ബന്ധപ്പെടേണ്ട വിലാസം എറണാകുളം ജില്ലയിലെ നമ്പറുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ചാർജുള്ള ഓഫീസർ പ്രവീൺ TS ആണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ 85476 00312. ഓർഡർ ഇമെയിൽ വഴിയും ആവശ്യക്കാർക്ക് നൽകാവുന്നതാണ്. vfpck.ekm@gmail.com നിങ്ങൾക്ക് തലേദിവസം തന്നെ ഇത് ഒരു മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യക്കാർക്ക് നിങ്ങളുടെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ ചേരും ഈ സാധനം. കുറഞ്ഞത് 40 പാക്കറ്റുകളെങ്കിലും ഒന്നിച്ച് ഓർഡർ നൽകിയാൽ VFPCK വീടുകളിൽ കൊണ്ടെത്തിക്കാറുമുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളും ഫ്ളാറ്റുകളും ധാരാളമായുള്ള കൊച്ചിയിൽ നിന്ന് നിത്യവും ബൾക്ക് ഓർഡേഴ്സ് ഇവിടെ ലഭിച്ചു വരുന്നുണ്ട്. വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൃഷി ചെയ്ത് പച്ചക്കറികൾ സ്വന്തം തോട്ടത്തിൽ വിളയിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊപ്പം ഒരു മിത്രമായി VFPCK പ്രവർത്തിക്കുന്നു. കാർഷിക വൃത്തിയെ ജീവിതവൃത്തിയായി കണ്ട് കൃഷിയിലൂടെ ആരോഗ്യകരമായൊരു കേരളം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് VFPCKയുടെ പ്രവർത്തനങ്ങൾ മികച്ച മാർഗദർശനമാകുമെന്ന് പ്രതീക്ഷിക്കാം.